ദൈവം മനുഷ്യരൂപത്തിൽ ഈ ശത്രുത നിറഞ്ഞ ലോകത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ലോകം പാപത്താലും അന്ധകാരത്താലും ശത്രുവിൻ്റെ അധീനതയിലാണെന്ന് തോന്നുമ്പോഴാണ് സ്വർഗത്തിലെ രാജാവ് ഒരു സാധാരണ മനുഷ്യനായി ഇവിടെ കാലുകുത്തിയത്. അത് കേവലം ഒരു സന്ദർശനമല്ല, മറിച്ച് ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള വലിയ ഒരു അധിനിവേശമായിരുന്നു. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, അന്ധകാരത്തിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണനിഴലിൻ ദേശത്ത് പാർക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്ന മരണത്തെയും പാപത്തെയും തോൽപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് സൈനിക ശക്തിയല്ല, മറിച്ച് ഒരു പുൽത്തൊട്ടിൽ പിറന്ന ശിശുവിനെയാണ്. ശത്രുവിൻ്റെ താവളത്തിൽ വെച്ച് തന്നെ അവനെ തോൽപ്പിക്കുവാൻ ദൈവം മനുഷ്യ രൂപം ധരിച്ചു. അവിടുന്ന് നമ്മോടൊപ്പം ഇമ്മാനുവേലായി വസിച്ചു. രാജാവായ ദൈവം വേഷപ്രച്ഛന്നനായി ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ ശത്രുവിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ സ്വാധീനം ശക്തമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, നമ്മുടെ പക്ഷത്ത് ശത്രുവിനേക്കാൾ വലിയ കർത്താവ് മനുഷ്യനായി ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ ഉപദേശം ഇതാണ്: ഈ ലോകത്തിലെ അന്ധകാരത്തെയും പ്രശ്നങ്ങളെയും കണ്ട് ഭയപ്പെടരുത്. ലോകം ശത്രുവിൻ്റെതാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഇവിടെ കാലുകുത്തി കഴിഞ്ഞു. ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പരാജയമല്ല. കർത്താവിൻ്റെ രാജ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കാൻ കർത്താവിനെ അനുവദിക്കുക. ഇരുളിൻ്റെ ശക്തികൾക്ക് മുൻപിൽ നിങ്ങൾ ജയാളികളായി മാറും. ക്രിസ്തുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.